ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ പ്രകാശൻ കോടതിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അമ്മൂമ്മ പറയുന്നുണ്ട്, എടാ പ്രകാശ, ചെറുപ്പത്തിലെ കല്യാണി മോൾക്ക് 2-3 വറ്റും ഒരുപാട് കഞ്ഞിവെള്ളമുള്ള ചോറാ കൊടുത്തത്, തേനും പാലൊക്കെ കൊടുത്തവനാ ഇപ്പൊ ജയിലിൽ പോയി കിടക്കണത്. ഇനി അവൻ കുറച്ചുനാള് ചോര ഛർദിക്കട്ടെടാ എന്ന് പറയാണ്. അതെ, നിങ്ങളൊക്കെ ആലോചിച്ചോ, ഒരാൾക്ക് എല്ലാ കാലത്തും ദുരിതങ്ങൾ മാത്രം ഉണ്ടാവില്ല, നഷ്ടങ്ങൾ മാത്രം, തോൽവികൾ മാത്രം ഉണ്ടാവില്ല. ഞങ്ങളുടെ ഭാഗവും വിജയിക്കുന്ന ഒരു സമയം വരും, നോക്കിക്കോ, ഞാൻ എല്ലാത്തിനും ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശ് വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് പോകുക കേട്ടോ. പ്രകാശം പോയി കഴിയുമ്പോഴേക്കും കാർത്തിക ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കണാണ് കാണിക്കുന്നത്. കാർത്തിക ICU ഒന്ന് മാറ്റി ഇപ്പൊ റൂമിലേക്ക് ആക്കിയിട്ട് അപ്പൊ കാർത്തികിനെ കാത്തിരിക്കുകയാണ് കിരണും കല്യാണിയും വരാനായിട്ട്. അവിടേക്ക് ആര് ബെല്ലടിക്കുമ്പോഴേക്കും നേഴ്സ് പോയി വാതിൽ തുറക്കുമ്പോഴേക്കും കിരണും കല്യാണം കേട്ടോ. കിരണൻ കാണുന്നത് കാർത്തിക ചോദിക്കട്ടെ, എന്തായി കാര്യങ്ങൾ, എന്താവാൻ, അവൻ ജയിലിലേക്ക് പോയി എന്ന് പറയാണ്. അവൻ ജയിലിലേക്ക് പോയോ? പിന്നെ എങ്ങനെ ജയിലിലേക്ക് പോവാതിരിക്കും? സ്വന്തം അമ്മയും അമ്മുമ്മയല്ലേ സാക്ഷി പറഞ്ഞത്, അതുകൊണ്ട് ജയിലിൽ സുഖമായിട്ട് പോയി. വക്കീലിന് വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. ജഡ്ജിക്കും അവനെ തീരെ ഇഷ്ടമൊന്നും ആയില്ല. ജഡ്ജിയും ഒരു മാതിരി അവനെ നോക്കുന്നുണ്ടായിരുന്നത് എന്ന് പറയണം. എന്തായാലും നന്നായി. പിന്നെ കിരണെ, ഒരു കാര്യം കൂടി സൂക്ഷിക്കണം. ഇപ്പൊ വിക്രവും അതുപോലെ തന്നെ ആ ഗംഗപ്രസാദും ജയിലിലാണല്ലോ കിടക്കണത്. ജയിൽ സൂപ്രണ്ട് കിരണിന്റെ അച്ഛന്റെ ഫ്രണ്ട് ആണെന്നല്ലേ പറഞ്ഞത്. അയാളെ വിളിച്ചിട്ട് കാര്യങ്ങൾ ഒന്നുകൂടി ബോധ്യപ്പെടുത്തണം. ആ ഗംഗപ്രസാദ് ചെറിയൊരു പഴുത് കെട്ടിയ ജയിൽ എങ്ങനെയെങ്കിലും കടക്കുമെന്ന് പറയണം. അതുകൊണ്ട് ശരിക്കും സൂക്ഷിക്കണമെന്ന് പറയണം എന്ന് കാർത്തിക പറയുമ്പോ കിരൺ പറയണ്ട, കാർത്തിക അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട, അതിനെ കുറിച്ചൊക്കെ അച്ഛൻ നേരത്തെ അവളോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ പ്രത്യേക കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യം ഇവിടെ നിന്ന് എന്തായാലും ജയിലിൽ കടക്കാൻ പറ്റുമൊന്നുമില്ല. എപ്പോഴാ ഒരു സമാധാനായിരുന്നു പറയാണ്. ഇപ്പൊ റിമൈൻഡിലായിരിക്കാം, എന്തായാലും അവർ പുറത്തിറങ്ങാൻ പോകുന്നില്ല. ഹാവു സമാധാനായി. പിന്നെ ആകെ ഒരു വിഷമമുള്ളത്, അമ്മ ഈ സത്യങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ്. അതെ, അമ്മ വിളിക്കാറുണ്ടോ, ലക്ഷ്മിയമ്മ വിളിക്കാറുണ്ടോ കാർത്തിക ചേച്ചീനെ എന്ന് ചോദിക്കുമ്പോഴേക്കും കാർത്തിക പറയണ്ടു, 1-2 വട്ടം വിളിച്ചു, ഞാൻ ഫോൺ എടുത്തില്ലെന്ന് പറയാണ്. ഞങ്ങളെയും വിളിച്ചിരുന്നു, ഞങ്ങൾ പറഞ്ഞു കാർത്തിക ചേച്ചി ഭയങ്കര ബിസിനസ്സിന്റെ തിരക്കിലായോണ്ട് ഫോൺ എടുക്കാത്തെന്ന്. പക്ഷെ ലക്ഷ്മിയമ്മക്ക് അത് അങ്ങോട്ട് വലിയ വിശ്വാസമൊന്നും ആയിട്ടില്ല എന്ന് പറയണം. സാരില്ല, എന്തായാലും അമ്മ 2-3 ദിവസത്തിനുള്ളിൽ ഇങ്ങോട്ട് വരുമല്ലോ, കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് പറയണം. കിരൺ പറയണ്ട്, അതെ, കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ട് പറയണം. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. അതെന്താ കിരണ എന്ന് ചോദിക്കുമ്പോ, അതെ, ചേച്ചിക്ക് ഇങ്ങനെ വെറുതെ കിടന്നാ മതിയോ? ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി വരുമ്പോഴേക്കും നമുക്കൊരു കല്യാണ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? അതൊക്കെ പിന്നീട് ആലോചിക്കാം എന്ന് കാർത്തിക പറയുമ്പോ കല്യാണി പറയണ്ട്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം അല്ലേ കിരണേട്ടാ? അതെ, നല്ലൊരു പയ്യനെ കണ്ടുപിടിക്കുന്നുണ്ട് കാർത്തികയ്ക്ക് വേണ്ടിട്ട്. ലക്ഷ്മിയമ്മ ഒന്ന് വരട്ടെ, എന്നിട്ട് വേണം നമുക്ക് അതിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ എന്ന് പറയാണ്. കാർത്തിക് എന്താ അധികം സംസാരിക്കേണ്ട, കിടന്ന് റെസ്റ്റ് ചെയ്തോ, ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കിരണും കല്യാണിയും അവിടെ നിന്ന് പോകുക. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ വിക്രത്തിനെയാണ്. വിക്രത്തിനെ അങ്ങനെ പോലീസുകാർ കൊണ്ടുവന്ന് ജയിലിടാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കാട്ടോ. അതിനുശേഷം പോലീസ് ഗംഗപ്രസാദിനോട് പറയണ്ട്, എടാ ഗംഗപ്രസാദ്, നിനക്കൊരു കൂട്ട് വന്നിട്ടുണ്ടടാ എന്ന് പറഞ്ഞിട്ട് വിക്രത്തിനെ അങ്ങോട്ട് കൊണ്ടുവരുവാണ്. ഈ വിക്രമേ, നീയോ എന്ന് ഗംഗപ്രസാദ് ചോദിക്കുമ്പോ പോലീസ് പറയണ്ട്, ആഹാ, നിങ്ങൾ തമ്മിൽ അപ്പൊ പരിചയക്കാരാണോ? ഞാൻ വെറുതെ ഒരു കൂട്ടുകാരെന്ന് പറഞ്ഞാണ്, അപ്പൊ കൊള്ളാലോ, നിങ്ങൾ പരിചയക്കാരാണല്ലേ, അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അകത്ത് കിടക്ക്, അപ്പൊ ഒരുമിച്ച് ഇടിക്കാൻ സുഖമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ആ പോലീസ് വിക്രത്തിനെ പിടിച്ച് ജയിലിലേക്ക് ഇടാണ്. അതിനുശേഷം അയാൾ അവിടുന്ന് ലോക്കപ്പ് ലോക്ക് ചെയ്തിട്ടാണ് പോകുന്നുണ്ട് കേട്ടോ. ഗംഗപ്രസാദ് ചോദിക്കണേടാ, നീ എങ്ങനെയാണ് ഇവിടെ വന്നത്? ചേട്ടാ, ഒന്നും പറയണ്ട, എന്റെ ശരീരത്തിലെ അടികൊള്ള ബാക്കി ഒരു സ്ഥലവും ബാക്കിയില്ല. കിരണനോട് നിന്നെ അടിച്ചത് എന്ന് ചോദിക്കുമ്പോ, അതെ, അവന്റെ അടി അറിയാലോ, അവൻ പോരാനിട്ട് ഇവിടെ പോലീസുകാർ വന്ന് എന്നെ അടിച്ചു. എന്നെ അങ്ങനെ തന്നെയാടാ, അവൻ നന്നായിട്ട് അടിച്ചു, ഇവിടെ പോലീസുകാർ ഇടിച്ചു, ശരീരം ഒന്നും അനക്കാൻ പോലും വയ്യ ചേട്ടാ എന്ന് പറയാണ്. അല്ല, നീ എങ്ങാണ്ട് ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോ, ഇത്ര അടി കിട്ടിയാലും ചേട്ടനൊരു സന്തോഷ വാർത്തയുണ്ട്. സന്തോഷ വാർത്തയോ? അതെന്താ? ചേട്ടന്റെ പെങ്ങളുണ്ടല്ലോ കാർത്തിക, അവളുടെ തല ഞാൻ ഇന്നലെ അടിച്ചു പൊട്ടിച്ചായിരുന്നു. എന്നിട്ട് അവള് ഹോസ്പിറ്റലിൽ സീരിയസ് അവസ്ഥയിൽ കിടക്കാണ്, പക്ഷെ ചത്തില്ല. അവള് അതുകൊണ്ടിട്ടാ ഞാൻ ഇവിടെ ജയിലിലേക്ക് വന്നത്, അവളുടെ തല അടിച്ചു പൊട്ടിച്ചതിനാ. എന്തായാലും നീ ഇവിടെ വന്നല്ലോടാ, നമുക്ക് ഒരുമിച്ച് ജയിലിൽ കിടക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. എന്തായാലും താങ്ക്സ് സോ മച്ച് എടാ, കാരണം അവളെ ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലെങ്കിലും നീ ആക്കിയല്ലോ, തലതല്ലി പൊട്ടിച്ചല്ലോ, അതെന്നെ വലിയ കാര്യം എന്ന് പറയാണ്. എന്നാലും അവള് ചത്തില്ലല്ലോ, എന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ആ കല്യാണി, ആ കാർത്തിക എന്ന് പറഞ്ഞവള്. അതിലേതെങ്കിലും ഒരെണ്ണത്തിന് കൊന്നിട്ടാണെങ്കിൽ വന്നെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടായേനെ. എടാ വിക്രമേ, നീ ടെൻഷൻ ആവണടാ, നമ്മൾ ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോ അതിൽ 2 നമ്മൾ ഇല്ലാതാക്കുന്നു, ഫിനിഷ് ആക്കുന്നു. അവര് തന്നെയാ എന്റെയും കുഴപ്പം. എന്ത് ചെയ്യാനാ ഗംഗേട്ടാ, നമ്മുടെ ഭാഗത്ത് എത്രയോ സമയങ്ങൾ ഉണ്ടായിരുന്നു. ആ കിരൺ കിടപ്പിലാണെന്ന് വെച്ചിട്ട് നമ്മൾ എത്രയോ വെറുതെ വിട്ടു. അവൻ അന്ന് തന്നെ ഇല്ലാതാക്കേണ്ടതായിരുന്നു. അതേടാ, അന്ന് അവന്റെ അടുത്ത് ഒരു ഘടാരയായിട്ട് പോയിരുന്നെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അവൻ ആ കിടപ്പിലാണെന്ന് അറിഞ്ഞത് വിശ്വസിച്ച് നമ്മൾ നിന്നതാ നമ്മൾ മണ്ടന്മാരായത്. കുഴപ്പമില്ല, ആ ഒരു മിസ്റ്റേക്കാണ് നമ്മുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചത്. ഇനി അവസരങ്ങൾ വരുമല്ലോ എന്ന് പറയണം. ആ കിരൺ എന്ന് പറഞ്ഞവരെ വെറും നിസ്സാരക്കാരനല്ല, കരാട്ടയും അതുപോലെ തന്നെ എല്ലാ ഇതും പഠിച്ചവനാണ്. അതുകൊണ്ട് അവനത്തെ രക്ഷപ്പെടാൻ കുറച്ച് ഇത് വേണം. പോലീസുകാരെക്കാൾ ഇടിയ അവന്റെ ഇടി എന്ന് പറയുമ്പോ, അതെ, അത് മാത്രല്ല, അവർക്ക് നല്ല ബുദ്ധിയുണ്ട്. ആ കല്യാണിന്റെ കിരണിന്റെ ബുദ്ധിയൊക്കെ പേട്ടന് മനസ്സിലായല്ലോ. മനസ്സിലായടേ, ഇപ്പൊ എല്ലാം മനസ്സിലായി.
ഞാൻ വിചാരിച്ച പോലൊന്നല്ല, കുറച്ച് ബുദ്ധി കൂടിയ ഐറ്റംസ് ആണ് എന്ന് ഗംഗാപ്രസാദ് പറയുമ്പോ അതെ അതന്നെയാ ഞാൻ പറഞ്ഞു ചേട്ടട്ട് മുമ്പോട്ടെ. ചേട്ടൻ വിചാരിക്കുന്ന പോലെയല്ല അവരെ തളർത്താനെന്ന്. സാരില്ലടാ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ കൂട്ട് നീ ഉണ്ടല്ലോടാ, നമുക്ക് ഇനി ഒരുമിച്ച് ആലോചിക്ക്, കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശിനെയാണ്. പ്രകാശിന്റെ വഴി കൂടിയൊക്കെ ഇങ്ങനെ നടന്നു പോണ സമയത്ത് ബാലൻ കാണുവാട്ടാ. എടാ പ്രകാശ, ആ ബാലണ്ണ നിങ്ങളോ? എടാ പ്രകാശ നീ എങ്ങോട്ടേക്കാ ഈ പോണെന്ന് ചോദിക്കുമ്പോ എന്ത് പറഞ്ഞ ബാലണ്ണ, ഒരു സമാധാനമില്ല, ജീവിതമൊക്കെ വല്ലാതായി പോയി. എന്തു പറ്റിയടാ? ഓ നിന്റെ മോന് എന്താ റിമൈൻഡിലായോ ചോദിക്കാണ്. ഓ നിങ്ങൾക്ക് അത് സന്തോഷമുള്ള കാര്യമാണല്ലോ പാലണ. എടാ അതേടാ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. എടാ നാട്ടുകാരുടെ തലതല്ലി പൊട്ടിക്കുന്ന അവൻ ജയിലിൽ കിടക്കണല്ലോ നല്ലത്. അവൻ പുറത്തിറങ്ങിയാൽ നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ പേടിക്കേണ്ടതല്ലേടാ. ഭരണ നിങ്ങളിങ്ങനെ ശവത്തി കുത്തരുത് കേട്ടോ, ഞാൻ ആകെ വിഷമിച്ചിരിക്കുക. എനിക്കാകെ എന്റെ മോൻ മാത്രമേ ഉള്ളൂ. അവനെ ജയിലിൽ കിടക്കാൻ കാരണം ആരാന്നറിയാവോ? അവന്റെ സ്വന്തം അമ്മയും പിന്നെ എന്റെ അമ്മയും അവർ രണ്ടുപേരും സാക്ഷി പറഞ്ഞത് കൊണ്ടിട്ടാണ് എന്റെ മോൻ ജയിലിൽ കിടക്കേണ്ടി വന്നത് എന്ന് പറയുമ്പോഴേക്കും എടാ പ്രകാശ അവർക്ക് അത്രയും പൊറുതി മുട്ടിടാ, നീ അതാലോചിക്ക്. നിന്റെ അമ്മ പോലും കാര്യങ്ങൾ മാറ്റി ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ പോലും മനസ്സിലായി കിരണും കല്യാണിയാണ് നന്മ നിറഞ്ഞവരെന്ന്. ആടാ നീ എത്ര മണി അവരെ കുറിച്ച് പുകഴ്ത്തിക്കോ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ പ്രകാശന്റെ ഹൃദയത്തിലും മനസ്സിലും ശരീരത്തിലും ഒരു ചെറിയ ജീവന്റെ തുടുപ്പ് ബാക്കിയുണ്ടെങ്കിൽ ഞാൻ ആ കല്യാണം എന്ന് പറഞ്ഞവളെ ഇല്ലാതാക്കിയിരിക്കും. നോക്കിക്കോ, അവളാണ് എല്ലാ നഷ്ടത്തിനും കാരണം. എന്റെ മോന്റെ ജീവിതം ഇങ്ങനെയാവാൻ ആ കല്യാണി ഒറ്റൊരുത്തിയാണ്. അതുകൊണ്ട് അവളുടെ ജീവിതം തകർക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരിക്കും. അവളെ എങ്ങനെയെങ്കിലൊക്കെ ഞാൻ ഇല്ലാതാക്കിയിരിക്കും, നോക്കിക്കോ എന്ന് പറയണം. എടാ നീ ഒന്ന് എത്ര കാലം കഴിഞ്ഞാലും ശരിയാവില്ലടാ എന്ന് പറഞ്ഞിട്ട് ബാലൻ അവിടുന്ന് പോവാട്ടോ. പ്രകാശിന്റെ വഴിക്കും പോകുന്നുണ്ട്. അങ്ങനെ ബാലൻ കുറച്ചു ദൂരം നടന്നു ചെല്ലുമ്പോഴേക്കും അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്ന അമ്മുമ്മേനെ കാണുന്നുണ്ട്. ആഹാ ഇത് ഭാനുമതി അമ്മയല്ലേ, അമ്പലത്തിൽ തൊഴുത് ഇറങ്ങാൻ തോന്നുന്നു, ഇവിടെ നിക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ വെയിറ്റ് ചെയ്യാണ്. ഭാനുമതി അമ്മ തൊഴുതൊക്കെ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ആഹാ ഇതാര് ബാലനോ? ആ അതെ, അമ്മ തൊഴുത് ഇറങ്ങുവാണോ അതോ കേറാൻ പോവാണെന്ന് വെച്ചിട്ട് ഞാൻ ഇവിടെ സംശയിച്ച് നിൽക്കുമായിരുന്നു. ആ തൊഴുത് ഇറങ്ങിയടാ. കല്യാണി മോൾക്ക് കിരൺ മോനും പിന്നെ കാർത്തിക മോള് ഹോസ്പിറ്റലാണല്ലോ, അവളുടെ അസുഖം പെട്ടെന്ന് മാറാനൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. അല്ല അമ്മുമ്മ എവിടെ പോവാ? അതോ ഞാൻ കാർത്തിക മോളൊന്ന് കാണാൻ വേണ്ടി പോവാ ഹോസ്പിറ്റൽ വരെ. ആ ഞാനിപ്പോ ഒരുത്തനെ കണ്ടിരുന്നു, പ്രകാശ് എന്ന് പറഞ്ഞ ഒരുത്തൻ. അവനെ കണ്ടിരുന്നു, അവൻ എന്ത് പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും എന്ത് പറയാൻ, ആ കല്യാണിനെ ഇപ്പോഴും കൊല്ലണമെന്ന് പറഞ്ഞ് നടക്കാവേ. അവനൊന്നും ഒരു കാലത്ത് നന്നാവില്ലടാ. എടാ ബാല അവരിപ്പോ എവിടെയാണ് നിക്കണത്? ആ അത് അമ്മക്ക് അറിയില്ലേ? ഇല്ല ഞാൻ ആ കായൽവാരത്തെ വീടിന്റെ തൊട്ടു പുറകിലാ നിക്കണെന്നാ വിചാരിച്ചത്. ആ അവരിവിടെ അടുത്ത് തന്നെയാ അമ്മ നിക്കണെന്ന് പറയാണ്. നിനക്കറിയാവോ അവരെവിടെയാണെന്ന്? അറിയാം എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലപ്പേര് പറഞ്ഞു കൊടുക്കണം. എന്താ ഭാനുമതി അമ്മേ? ഒന്നുമില്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഇനി അവൻ കല്യാണി മോളെ കിരൺ മോനെ ആരെങ്കിലും ഉപദ്രവിക്കാതെ നോക്കിക്കഴിഞ്ഞാൽ ദേ അവന്റെ നെഞ്ചത്തിട്ട് ഒരു ഒറ്റ അടി കൊടുത്താൽ മതി അവന്റെ നെഞ്ചി നിൽക്കാനായിട്ട്. അത് അവസാനം ഞാൻ തന്നെ ചെയ്യേണ്ടി വരും, അവനെ പ്രസവിച്ച ഈ അമ്മ തന്നെ എന്ന് പറയാണ്. ശേഷം ഭാനുമതി അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അതിന് പിന്നീട് കാണിക്കണത് നമ്മുടെ വിക്രത്തിനെയും അതുപോലെ തന്നെ നമ്മുടെ ഗംഗപ്രസാദിനെയാണ്. അവർ രണ്ടുപേരും ഇങ്ങനെ ഗൂഢാലോചന ചെയ്തോണ്ടിരിക്കട്ടോ, എങ്ങനെയെങ്കിലൊക്കെ കാർത്തികനെയും അതുപോലെ തന്നെ കല്യാണിനെയും ഇല്ലാതാക്കാൻ വേണ്ട ആലോചന ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് വിക്രത്തിനെ കാണാൻ വേണ്ടി നമ്മുടെ അമ്മൂമ്മ ജയിലിലേക്ക് വരുന്നത്. അപ്പൊ വിക്രം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഓ തള്ളേ നിങ്ങളായിരുന്നു വന്നത്, എന്തിനാ തള്ളേ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്? എടാ ഞാനേ നിന്നെ കാണാൻ വേണ്ടി വന്നതാടാ. നിന്റെ അച്ഛനൊരുത്തനുണ്ടല്ലോ പുറത്തെല്ലാരും കൊല്ലുമെന്ന് പറഞ്ഞ് നടക്കുവാണ്. അതെ എന്റെ അച്ഛനെ ആകെ മനസ്സ് വേദനിച്ചിരിക്കുകയാണ്. കാരണം അച്ഛൻ എന്നെ ഹൃദയത്തിലാണ് വെച്ച് നടക്കണത്. ആ ഉള്ള ഞാൻ ഇവിടെ കിടന്നു കഴിഞ്ഞാലേ അച്ഛനെ സഹിക്കോ? അതുകൊണ്ട് അച്ഛന്റെ ശരീരത്തിൽ ചെറിയ ജീവൻ ബാക്കിയുണ്ടെങ്കിൽ അച്ഛൻ ആ കല്യാണിനെ കാർത്തികനെയൊക്കെ ഇല്ലാതാക്കും. ഞാനും ഇവിടുന്ന് ഇറങ്ങട്ടെ. ഇവിടുന്ന് ഇറങ്ങാണെങ്കിൽ നോക്കിക്കോ, കാദംബരി ചേച്ചിനെ ഞാൻ വെറുതെ വിട്ടു. അവര് കിരണിന്റെ കല്യാണിന്റെ പക്ഷത്താണെങ്കിലും എനിക്കെതിരെ അവരൊന്നും ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് അവരെ ഞാൻ വെറുതെ വിട്ടു. പക്ഷെ കല്യാണിനെയും കാർത്തികനെ ഞാൻ വെറുതെ വിടില്ല, അവരെ ഞാൻ ഇല്ലാതാക്കും. എടാ നീ എങ്ങനെ ഇല്ലാതാക്കാണ് വിക്രം പറയണത്? നീ ഇവിടുന്ന് ജയിലിൽ നിന്ന് ഒരിക്കലും പുറത്തിറങ്ങാൻ പോണില്ല. അഥവാ പുറത്തിറങ്ങിയ 20 വർഷത്തിന് ശേഷമല്ലേ, അന്ന് നിന്നെ അങ്ങനെയൊക്കെ പിന്നെ കിരണും കല്യാണി അകത്താക്കും. പിന്നെ നീ എന്നെ പോലെ തലയൊക്കെ നരച്ചിട്ട് അവസാനം ഇവിടെ തന്നെ കിടക്കേണ്ടി വരൂടാ. എടാ നിന്റെ ജീവിതം ഇനി ഇവിടെയാടാ. നീ നരകിച്ച് മുടിയൊക്കെ നരകിച്ചൊക്കെ നീ ഇവിടെ തന്നെ നിന്ന് ചാവോടാ. അത് പറയാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത്. നിന്റെ അച്ഛനെ ഞാൻ ഇല്ലാതാക്കൂടാ. അവന്റെ ഹൃദയം എത്രയോ പ്രാവശ്യം നിന്നു പോകാൻ വേണ്ടി പോയതാണ്. ആ ഹൃദയത്തിൽ നന്നായിട്ട് ആനടിക്കണ്ട, ചെറുതായിട്ടൊന്ന് ഇടിച്ചാൽ മതി ആ ഹൃദയം നിൽക്കാനായിട്ട്. അങ്ങനെ ചെയ്തു കളയോടനാ. നീ നോക്കിക്കോ, ഇനി നീ കേൾക്കാൻ പോണത് ചിലപ്പോ നിന്റെ അച്ഛന്റെ മരണവാർത്തയായിരിക്കും. നീയും ഇല്ലാതാവട്ടെ, ഇവിടെ നരകിച്ച് നീയും ഇല്ലാതാവടാന്ന് പറയാണ്. അതെ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, നിങ്ങളുടെ ചെലവിനൊന്നല്ലല്ലോ ഞാൻ ഇവിടെ ജീവിക്കണത്. അതേടാ ഞങ്ങളുടെ ചെലവിനൊന്നല്ല നീ ജീവിക്കണത്, നീ ഇപ്പൊ സർക്കാർ ചെലവിലാണല്ലോ ജീവിക്കണത്. തള്ളെ ഇവിടുന്ന് പോവാൻ നോക്ക് എന്ന് വിക്രം പറയണം. ഞാൻ പോവാൻ തന്നെയാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് അമ്മൂമ്മ അവിടുന്ന് പോകുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.